പറയുന്നത്. കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശ്വരൻ രക്ഷിക്കൂ എന്നുള്ളത്. ഈ പ്രപഞ്ചം തന്നെ അല്ലെ നാം കാണുന്ന ഈ നിലനിൽപ്പ് തന്നെ സൂക്ഷ്മമാണ്. നാം പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന സങ്കല്പം, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ജന്മജന്മാന്തരമായി കൊണ്ടുവന്നിരിക്കുന്ന വാസന കർമ്മങ്ങൾ, ഇത് പോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 500 കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചോളൂ ബാംഗ്ലൂർക്ക്. എനിക്ക് പോകണമെങ്കിൽ ഞാനൊരു 40-ലായിരിക്കും ഞാൻ കാർ ഓടിക്കുന്നത്. ഈ 40-ൽ പോകുമ്പം എത്ര ദിവസം എടുക്കും? അല്ലെ ഒരു ദിവസം, അല്ലെ ഒരു 1.5 ദിവസം, ഇത്രയും ദിവസം എടുത്തേക്കാം ബാംഗ്ലൂരിൽ ഞാൻ എത്താൻ. ഇതേപോലെ നമ്മൾ സൂക്ഷ്മമായി സൃഷ്ടിക്കുന്നതാണ് കർമ്മം. ഇത് ജീവിത സാഹചര്യങ്ങളിൽ ഓരോന്നായിട്ട് വന്നു. ചിലപ്പം ഒത്തിരിയും ജന്മജന്മാന്തരങ്ങളുടെ കർമ്മങ്ങളാണ് ഒരു നിമിഷം അല്ലേ ആ ഒരു ദിവസം വന്നു ചേരുന്നത്. ഈ നമ്മുടെ ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ഇങ്ങനെയാണ്. അത് എവിടെ നോക്കിയാലും മതി, ഭൗതിക എല്ലാം തന്നെ ഉണ്ടാകുന്നത് സൂക്ഷ്മമായിട്ടാണ്. നമ്മൾ എത്രത്തോളം എല്ലാം ശരിയാക്കാൻ നോക്കി വരുമ്പോഴും ഒരു സൈഡിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്ര ശ്രേഷ്ഠമായൊരു രാജ്യമാണെങ്കിലും, എത്ര ഡെവലപ്മെൻറ്റ് വന്നാലും, എത്ര ബുദ്ധിമാന്മാരായുള്ള ഭരണാധികാരികൾ വന്നാലും കർമ്മം എന്നൊരു പറയുന്ന കാര്യം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സൂക്ഷ്മമാണ്. ഇതൊരു ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല. ഒരു വ്യക്തിയുടെ പെരുമാറ്റമോ അവരുടെ ഇതുകൊണ്ടൊന്നുമല്ല അതുണ്ടാകുന്നത്. ഇത് സൂക്ഷ്മതലങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് നമുക്ക് വിമോചനം വേണമെങ്കിൽ മനസ്സിൻ്റെയും നമ്മുടെ വികാരങ്ങളുടെയും എല്ലാം ഉപരി ഒരു യോഗികളുടെ അവസ്ഥയിലേക്ക് എത്തണം. നിങ്ങൾ പുറമേ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഇരിക്കുന്നുള്ള തിരിച്ചറിവും ബോധവും നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ ആ അനുഭവം, ഇതൊരു എക്സ്പീരിയൻസ് അല്ല. എക്സ്പീരിയൻസ് ഒന്ന് അറിഞ്ഞു അവയർനെസ് അല്ല, സദാസമയം ആ എക്സ്പീരിയൻസിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു മൊമെൻറ്റിൽ നമ്മളെത്തുമ്പം കർമ്മത്തിൽ നിന്ന് വിമോചനം ലഭിക്കുകയും ഈ ഒരു സൃഷ്ടിയുടെ ആ പൂർണ്ണത്വത്തിലേക്ക് കഴിയുകയും ചെയ്യും, പ്രകൃതിയിൽ നിന്നുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും. അതാണ് കർമ്മത്തിൽ നിന്നുള്ള ശാശ്വതപരമായുള്ള പരിഹാരം.